നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന ചിറക്കൽ പാലത്തിലൂടെയുള്ള ഗതാഗതം തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ബസ്സുകൾ ഇരുവശത്തുമായി സർവീസ് നടത്താൻ ധാരണയായി. സംസ്ഥാന പാത പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ കവാടത്തിന് മുൻവശത്തെ പ്രവർത്തികൾ നിലച്ചു. ഈ മാസം 1-ന് റോഡ് പൊളിക്കാൻ ആരംഭിച്ചെങ്കിലും 100 മീറ്ററിന് മുകളിൽ പ്രവർത്തികൾ നീങ്ങിയിട്ടില്ലെന്നാണ് ആക്ഷേപം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത്. നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയ പ്രദർശനങ്ങൾ. മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തല ഉയർത്തിയുള്ള നിൽപ്പ്. കുടയുടെ കാലുകളും വർണ്ണത്തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട്. ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ. തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം മിഴി തുറന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വോഗീസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പൂരം പ്രേമികളിലേക്കെത്തി. തൃശൂർ അതിരൂപത മിത്രാപൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സ്വാമി സദ്ഭവാനന്ദ, ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വോഗീസ്, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. നിർമ്മാണം പുരോഗമിക്കുന്ന ചിറക്കൽ പാലത്തിലൂടെയുള്ള ഗതാഗതം തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ബസ്സുകൾ ഇരുവശത്തുമായി സർവീസ് നടത്താൻ ധാരണയായി. CC മുകുന്ദൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ തീരുമാനം. തൃപ്രയാറിൽ നിന്ന് ചിറക്കൽ വരെയും ചിറക്കലിൽ നിന്ന് തൃശൂരിലേക്കുമാണ് സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രക്കാർ ചിറക്കലിൽ ഇറങ്ങി നടപ്പാത വഴി മറുവശത്തെത്തി ബസ്സുകളിൽ മാറി കയറണം. മറ്റു വാഹനങ്ങൾ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണം. നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാർ 2 മാസം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും 1 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഴക്കാലത്തിന് മുൻപായി പാലം നിർമ്മാണം പൂർത്തിയാക്കി താൽക്കാലിക ബണ്ട് പൊളിച്ചുമാറ്റാനായില്ലെങ്കിൽ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയുണ്ട് നാട്ടുകാർക്ക്. സംസ്ഥാന പാത പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ കവാടത്തിന് മുൻവശത്തെ പ്രവർത്തികൾ നിലച്ചു. ഈ മാസം 1-ന് റോഡ് പൊളിക്കാൻ ആരംഭിച്ചെങ്കിലും 100 മീറ്ററിന് മുകളിൽ പ്രവർത്തികൾ നീങ്ങിയിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള ബസ്സുകൾ ആറാട്ടുപുഴ വഴി തിരിച്ചുവിടുന്നുണ്ടെങ്കിലും മറ്റു വാഹനങ്ങൾ ഇതുവഴി തന്നെയാണ് പോകുന്നത് എന്നതിനാൽ ഗതാഗത തടസ്സം നേരിടേണ്ടി വരികയാണ്. ഗതാഗത നിയന്ത്രണത്തിന് പോലും ആളില്ലാത്ത അവസ്ഥയിൽ ഗതാഗതക്കുരുക്കും ഇവിടെ പതിവാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ആന്തോണിസിന്റെയും 39ാമത് സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പിളാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ സിജോ കാട്ടുകാരൻ സഹകാർമ്മികനായി. കരാഞ്ചിറ പള്ളി വികാരി ജെയിംസ് പള്ളിപ്പാട്ട് സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും തിരുനാൾ പ്രദക്ഷിണത്തിനും ഫാദർ ഷിജോ തറയിൽ മുഖ്യ കാർമ്മികനായി. തുടർന്ന് വർണ്ണമഴ, തിരുമുറ്റ ബാൻഡ് വാദ്യം എന്നിവയുമുണ്ടായി. സഹപാഠിക്ക് തണലായി വിദ്യാർത്ഥികൾ. നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS യൂണിറ്റാണ് സഹപാഠിയുടെ വീട് ജപ്തിയിൽ നിന്നൊഴിവാക്കി മാതൃകയായത്. വീടിന്റെ ആധാരം വെള്ളാപ്പള്ളി നടേശൻ കൈമാറി.
ലോക്കൽ മാനേജർ PK പ്രസന്നൻ, SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത്, എഡ്യൂക്കേഷൻ സെക്രട്ടറി EG ബാബു, പ്രിൻസിപ്പൽ ജയ ബിന്നി, പ്രധാന അധ്യാപിക മിനിജ, PTA പ്രസിഡന്റ് PSP നസീർ, NSS കോർഡിനേറ്റർ ശലഭ ശങ്കർ, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ്, സ്റ്റാഫ് സെക്രട്ടറി നവീൻ ഭാസ്കർ, രഘുമാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 10 വയസ്സുകാരൻ തരുൺ. യോഗയിലെ ഇന്റർമീഡിയറ്റ് ആസനങ്ങളിൽപ്പെട്ട സ്കെയിൽ പോസ് എന്നറിയപ്പെടുന്ന തോലാസനം 10 മിനിറ്റും 35 സെക്കൻഡും ബാലൻസ് ചെയ്ത് നിന്നാണ് തരുണിനെ അഭിമാന നേട്ടത്തിന് അർഹനാക്കിയത്. മാസ്റ്റർ മുഹമ്മദ് സുഹൈൽ വാഫിയുടെ ശിക്ഷണത്തിൽ കൂളിമുട്ടം നെടുമ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്സ്കിൽ ട്രെയിനിംഗ് ഹബ്ബിൽ നിന്ന് ഷാവോലിൻ കുങ്ഫു മാർഷ്യൽ ആർട്സിലും സെൽഫ് ഡിഫൻസിലും യോഗയിലും സ്കിൽ ട്രെയിനിങ്ങിലും പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന തരുൺ ആസ്ട്രിയ സ്പോർട്സ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയും ഷാവോലിൻ കുങ്ഫു മാർഷ്യൽ ആർട്സ് റിസർച്ച് സെന്റർ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച 8ാമത് സ്റ്റേറ്റ് ലെവൽ ഓപ്പൺ കുങ്ഫു ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 21 kg വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. കളരിപ്പറമ്പ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ തരുൺ മതിലകം കളരിപ്പറമ്പ് വെളിയത്ത് വീട്ടിൽ സുധീഷ് ശരണ്യ ദമ്പതികളുടെ മകനാണ്. കയ്പമംഗലം അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ മേടപ്പൂമുടി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര സന്നിധിയിൽ നടന്ന എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കലാമണ്ഡലം ശിവദാസ്, തൃക്കൂർ രാജൻ എന്നിവരുടെ പ്രമാണിത്വത്തിലുള്ള മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. തുടർന്ന് DJ വിത്ത് വാട്ടർ ഡ്രം അരങ്ങേറി. നാളെ രാവിലെ നടക്കുന്ന ആറാട്ടോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന ചിറക്കൽ പാലത്തിലൂടെയുള്ള ഗതാഗതം തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. ബസ്സുകൾ ഇരുവശത്തുമായി സർവീസ് നടത്താൻ ധാരണയായി. സംസ്ഥാന പാത പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ആറാട്ടുപുഴ കവാടത്തിന് മുൻവശത്തെ പ്രവർത്തികൾ നിലച്ചു. ഈ മാസം 1-ന് റോഡ് പൊളിക്കാൻ ആരംഭിച്ചെങ്കിലും 100 മീറ്ററിന് മുകളിൽ പ്രവർത്തികൾ നീങ്ങിയിട്ടില്ലെന്നാണ് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.